പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വക്കബി. കരുണയുടെ അവസാന മണിക്കൂർ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ കരുണയുടെ അവസാന മണിക്കൂർ രണ്ടാം ഭാഗത്തിൻ്റെ മലയാളം ഉടനെ ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ ഒന്നാം ഭാഗം ആവശ്യമുള്ളവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഈ കാണുന്ന ഫോൺ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അതിനോടൊപ്പം ദൈവകാരുണ്യയുടെ മാതാവിൻ്റെ സന്ദേശവും ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഈ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ രണ്ടാം ഭാഗം ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ അറിയിക്കാം. മലയാളം ഇറങ്ങിക്കഴിയുമ്പോൾ അറിയിക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് രണ്ടും മലയാളമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇംഗ്ലീഷ് എൻ്റെ കയ്യിലില്ല. ഓക്കെ, ഇംഗ്ലീഷ് ഒരു കോപ്പി എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി കോപ്പീസ് മലയാളത്തിലേ ഉള്ളൂ. സോ മലയാളം ആവശ്യമുള്ളവർ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ദൈവകാരുണ്യയുടെ മാതാവിൻ്റെ സന്ദേശവും കരുണയുടെ അവസാന മണിക്കൂറിൻ്റെ ഒന്നാം ഭാഗവും ആവശ്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇതിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട സന്ദേശങ്ങളുണ്ട് ഇതിൽ. പക്ഷേ പെട്ടെന്ന് എനിക്ക് അർജൻറ്റായിട്ട് നിങ്ങളോട് പറയണമെന്ന് തോന്നിയിട്ടുള്ള ഒരു മെസ്സേജ് മാത്രം, അതിനോടനുബന്ധിച്ചിട്ടുള്ള മെസ്സേജുകൾ മാത്രം ഞാൻ പറയാം. ബാക്കിയുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. സോ അതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra, panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. സോ കരുണയുടെ അവസാന മണിക്കൂർ രണ്ടാം ഭാഗം ഞാൻ പ്രധാനമായിട്ടും 123ാമത്തെ സന്ദേശമാണ് ഞാനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ ഇത് ഇംഗ്ലീഷിലാണ്. ഞാനത് മലയാളത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട് വായിക്കാം. അതിൻ്റെ ഹെഡിങ് സ്റ്റോർ ഫുഡ്, ഭക്ഷണം ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സന്ദേശത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മൈ ഡോട്ടർ, ഇറ്റ് ഈസ് ട്രൂ ആൻഡ് വെരി ക്ലിയർ ദാറ്റ് യു ഹാവ് ഓൺലി 5 more years ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ കമ്മിങ് ഓഫ് മൈ സൺ. ഇത് മാതാവിൻ്റെ മെസ്സേജാണ്. എൻ്റെ മകളെ, ഇത് സത്യവും വളരെ വ്യക്തവുമാണ്. അതായത് നിങ്ങൾക്ക് ഇനി എൻ്റെ പുത്രനെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ള 5 വർഷം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന്. ഇവിടെ രണ്ടാം വരവിനായിട്ട് 5 വർഷം എന്നല്ല പറയുന്നത്, ഒരുങ്ങുവാനുള്ള 5 വർഷം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയത്തില്ല. അപ്പോൾ ഈ ഒരുങ്ങിയില്ലെങ്കിൽ ഈ 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം എന്ത് സംഭവിക്കും എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് സിസ്റ്റർ ജിൻചൂറിന് 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള മെസ്സേജസാണ് ഇതിലുള്ളത്. സോ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക, ഇത് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൻ്റെ 2ാം വോള്യമാണ്. ഇത് മേഘാലയയിലെ ഷില്ലോങ്ങിൽ സിസ്റ്റർ ജിൻസൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് നൽകിയ മെസ്സേജസാണ്. ഇത് 2025 ജൂൺ 10 അവിടുത്തെ ആർച്ച് ബിഷപ്പ് വിക്ടർ ഇംബർമേത്തൂർ നൽകിയ സന്ദേശമാണ്. സോ ഇതിൽ ദൈവശാസ്ത്രപരമായിട്ട് തെറ്റുകളൊന്നുമില്ല എന്ന് സഭ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഇനി ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഈശോ തന്നെ ഇതിൽ പറയുന്നുണ്ട്, പ്രചരിപ്പിക്കണം. ഇതിന് 1ാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ, കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഈശോ ഇതിൽ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ മാതാവ് പറയുന്നത് 5 വർഷം മാത്രമേ നിങ്ങൾക്കിനി ഒരുങ്ങുവാനുള്ളൂ എന്നാണ്. നോഹയുടെ കാലത്തും ഇതുപോലെ പെട്ടകം പറഞ്ഞപ്പോൾ യാതൊരുവിധ അടയാളങ്ങളും ഇല്ലായിരുന്നു. മഴയൊന്നും പെയ്യുന്നില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, ആളുകൾ വിശ്വസിച്ചില്ല. സോ മാതാവ് ഒരിക്കലും അതിശയോക്തി കലർത്തിയിട്ട് പറയത്തില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ വർഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ. ഇതിന് മുൻപ് നമുക്കറിയാം, ഈ മെസ്സേജസിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ഈ മെസ്സേജസ് ഓൾറെഡി ഈ ലോകത്തുള്ള പല ആളുകൾക്കും കൊടുത്തതാണ്, പക്ഷേ നിങ്ങൾ വീണ്ടും ഒരുങ്ങാത്തതിനാലും അതൊക്കെ കൊണ്ട് ഞാൻ വീണ്ടും ഈ മെസ്സേജസ് ഒരിക്കൽ കൂടി തിരികെയാണ്. അപ്പോൾ അന്ന് പറയുന്ന മെസ്സേജസിലൊക്കെ ഉള്ളത് എന്താണ്? ഭക്ഷണം സ്റ്റോർ ചെയ്യണം, ഇതാ നിങ്ങൾക്ക് അധികം ടൈമില്ല, നിങ്ങൾ പ്രിപ്പയർഡ് ആവണം എന്നാണ്. പക്ഷേ എത്ര കാലം വരെ എന്ന് പറയുന്നില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇനി 5 വർഷം മാത്രമേ നിങ്ങൾക്ക് ഒരുങ്ങുവാനുള്ള ടൈമുള്ളൂ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. Between these 5 years, you must get ready yourself with all necessary weapons I gave you. ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നിങ്ങൾ ഈ 5 വർഷത്തിനിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതുമായി നിങ്ങൾ റെഡിയായിട്ട് നിൽക്കണം. ഫാമിൻ വിൽ ടേക്ക് പ്ലേസ്. ക്ഷാമം വരും. നോ റൊട്ടീൻ ഫുഡ് യു ക്യാൻ ഹാവ്. നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന പോലെ എല്ലാ ദിവസവും ഉപ്മാവും പുട്ടും ചപ്പാത്തിയും കടലയും എല്ലാം ഡെയിലി ഭക്ഷണം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല.
but store all non-rotten foods such as എന്ത് ചെയ്യണം നിങ്ങൾ? പെട്ടെന്ന് കേടുവരാത്ത ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കണം. സച്ച് ആസ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. എങ്ങനെ? മേറ്റോ. ഇത് ഞാൻ നോക്കിയപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു മഞ്ഞ നിറമുള്ള പരിപ്പാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. MATOR നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇത് നോർത്ത് ഇന്ത്യയിൽ കൊടുത്ത മെസ്സേജ് ആയതുകൊണ്ട് തന്നെ അവർക്കറിയാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കുമല്ലോ മാതാവ് പറയുക. മാറ്റർ, ചെന, dal, rice, soya beans. This food will not become rotten easily. Therefore, store plenty of this. ഇത് പെട്ടെന്ന് വരാത്തതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വളരെ വലിയ അളവിൽ നിങ്ങളിത് ശേഖരിച്ചു വെക്കണം എന്ന് മാതാവ് പറയുകയാണ്. Children, remember that darkness will take place towards the end of these 5 years. അന്ധകാരം വരും ഈ 5 വർഷത്തിൻ്റെ അവസാനത്തിൽ. And before it happened, there comes plagues, earthquakes, sicknesses and different natural calamities. അതിനു മുൻപ് പകർച്ചവ്യാധികൾ വരും, ഭൂചലനങ്ങൾ വരും, രോഗങ്ങൾ വരും, വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കും. Therefore, keep ready everything. അവിടെ എല്ലാം റെഡിയാക്കി വെക്കുക. തൊട്ടടുത്ത സന്ദേശത്തിൽ 124-ാമത്തെ സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നു: only a rosary and Eucharist can give you the strength to move towards repentance. അനുതാപത്തിലോട്ട് നിങ്ങളെ നയിക്കാൻ പരിശുദ്ധ ജപമാലയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യത്തിന് മാത്രമേ ശക്തി തരാൻ സാധിക്കുകയുള്ളൂ. Those who say devoutly and faithfully the rosary, I promise I will protect them and their families from the tricks of Satan and his enemies. ഭക്തിയോടുകൂടിയും വിശ്വസ്തയോടും കൂടെ ജപമാല ചൊല്ലുന്ന അവരുടെ കുടുംബങ്ങളെ ഞാൻ സാത്താൻ്റെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും, സാത്താൻ്റെയും ശത്രുക്കളെയും കുതന്ത്രങ്ങളിൽ നിന്നും ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് മാതാവ് പറയുന്നു. Those who receive the sacrament daily will be saved. സോ ഇതേ ഉള്ളൂ നമ്മുടെ പോയിന്റ്. ഇതിനെല്ലാം ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ രക്ഷിക്കപ്പെടാനാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുന്നു, എല്ലാ ദിവസവും സാക്രമെൻറ്റ്സ് കൂദാശകൾ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും. സോ എല്ലാ ദിവസവും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശ എന്താണ്? അത് പരിശുദ്ധ കുർബാനയാണ്. സോ ഇതാണ് ഞാൻ റിപ്പീറ്റഡ്ലി ഞാൻ പലതാണ് എൻ്റെ വീഡിയോസിൽ ഞാൻ പറയുന്നത്. നമ്മൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ ജീവിക്കല്ലേ. നമ്മൾ ഞായറാഴ്ച മാത്രം നമ്മൾ കുർബാന സ്വീകരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാകാതെ വരും. എളുപ്പം സാത്താനെ നമ്മൾ വീഴ്ത്താൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നവരാവണം. അങ്ങനെ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് വെനറബിൾ ഫാദർ ജോൺ ഇപ്രകാരം പറഞ്ഞത്: ഓൺലി എക്സ്ട്രാ ഓർഡിനറി കാത്തലിക്സ് വിൽ സർവൈവ് ദിസ് ഏജ്. ഈ കാലഘട്ടത്തെ അസാധാരണ കത്തോലിക്കർ മാത്രമേ അതിജീവിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ കത്തോലിക്കരെക്കാളും ഒരു പടി മുകളിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യത്തിലും. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, റിപ്പൻറ്റ് നൗ ആൻഡ് ഗോ ഫ്രീക്വൻ്റ്ലി ഫോർ കൺഫെഷൻ ആൻഡ് ഡു നോട്ട് ഡിലേ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരത്തിനായിട്ട് പോവുക, ഇപ്പോൾ അനുദപിക്കുക, ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരത്തിനായിട്ട് നിങ്ങൾ പോവുക, ഒരിക്കലും നീട്ടിവെക്കരുത്, ഡിലേ ചെയ്യരുത്. ആൻഡ് ടെൽ പീപ്പിൾ ദേ ഹാവ് ഓൺലി 5 years ലെഫ്റ്റ്. ഇവിടെയും വീണ്ടും മാതാവ് പറയുന്നു, ജനങ്ങളോട് പറയുക, ഇനി നിങ്ങൾക്ക് 5 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. എന്തിന്? ഒരുങ്ങാൻ. ഇറ്റ് ഈസ് ട്രൂ ആൻഡ് വെരി ക്ലിയർ ആൻഡ് വി ക്യാൻ നോട്ട് ചേഞ്ച് ഇറ്റ്. വീണ്ടും മാതാവ് പറയുന്നു, ഇത് സത്യമാണ്, ഇത് വളരെ വ്യക്തമാണ്, ഇത് നമുക്ക് മാറ്റാൻ സാധിക്കത്തില്ല. സോ ഇത് ഫിക്സ്ഡ് ആണ്. 121-ാമത്തെ സന്ദേശത്തിൽ ഇപ്രകാരം പറയുന്നു, മാതാവിൻ്റെ തന്നെ സന്ദേശമാണ്: ഡിയർ ഡോട്ടർ, ഐ ആം ക്രൈയിങ് ഓഫ് സോറോ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ദുഃഖത്താൽ ഞാൻ കരയുകയാണ്. പ്ലീസ് ടെൽ എവരി വൺ. ദയവ് ചെയ്ത് എല്ലാവരോടും പറയുക. മാതാവ് പ്ലീസ് എന്നാണ് ഉപയോഗിക്കുന്നത്. പ്ലീസ് ടെൽ എവരി വൺ. Let them think carefully about the decisions they have to make in the year 2025, 26, 27, 28, 29, 2030. മാതാവ് പറയുകയാണ്, ദയവ് ചെയ്ത് എല്ലാവരോടും പറയുക, 2025, 2026, 2027, 2028, 2029, 2030 എന്നീ വർഷങ്ങളിൽ അവർ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ അവർ ശ്രദ്ധിക്കുക. Let them think carefully about the decisions they have to make in the year. My son is advising everyone not to worry much about the bad news in the world,
ബട്ട് വറി only about sins. എൻ്റെ പുത്രൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, നിങ്ങൾ മോശം വാർത്തകൾ കേട്ട് നിങ്ങൾ വറി ചെയ്യേണ്ട, പകരം പാപങ്ങൾ ഓർത്ത് നിങ്ങൾ വറി ചെയ്യുക എന്ന് എൻ്റെ പുത്രൻ നിങ്ങളെ ഉപദേശിക്കുന്നു, അഡ്വൈസ് ചെയ്യുന്നു എന്ന് മാതാവ് പറയുകയാണ്. ഇതിൻ്റെ ഒന്നാമത്തെ മെസ്സേജ് ഞാൻ വായിക്കാം. ഇതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ മെസ്സേജ് യേശുവിൻ്റെ ക്ഷണം എന്നാണുള്ളത്. അതിൽ ഈശോ പറയുകയാണ്, നൗ യു മസ്റ്റ് ചൂസ് to whom you want to belong to, because there is not much time left for you to choose. The window of opportunity will close at some point. Tell the people around you, tell them that they have to decide for whom they are for, whether for Jesus or against Jesus. My child, tell everyone that the last judgment is near. The living and the dead will be judged. Proclaim it. The time of the last judgment is approaching. Therefore, no more excuses, no more lazy compromises, and no more unanswered questions. I will be with everyone who calls me and who needs me. ഞാൻ ഇതിൻ്റെ ഒരു ആകത്തുക പറയാം. നമ്മൾ ഈശോ പറയുന്നത്, ഇപ്പോഴാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയം. ഒന്നെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം, അല്ലെങ്കിൽ എനിക്കെതിരെ. നിങ്ങൾക്ക് സാധ്യതകളുടെ ആ വാതിൽ ഏത് നിമിഷവും ഒരു പോയിന്റിൽ ഇത് അടയപ്പെടും. അതിനാൽ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുക, ഒന്നുകിൽ എന്നോടൊപ്പം അല്ലെങ്കിൽ എനിക്കെതിരെ. അതായത് ഒന്നുകിൽ ഈശോ പറയണത് കേട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈശോയ്ക്ക് എതിരായിട്ട് നിങ്ങൾ ചെയ്യുക. ഈ രണ്ട് തോണിയിൽ കാലിട്ട് പോകുന്ന പരിപാടി പറ്റത്തില്ലെന്നാണ് ഈശോ ഇതിൽ പറയണത്. എല്ലാവരോടും പറയുക, അന്ത്യവിധി അടുത്തിരിക്കുന്നു, ജീവിക്കുന്നവരും മരിച്ചവരും വിധിക്കപ്പെടും. ഇത് പ്രഖ്യാപിക്കാൻ, മറ്റുള്ളവരോട് പറയാൻ ഈശോ ഇത് പറയാണ്. അന്ത്യവിധിയുടെ സമയം ഇത് അടുത്തു വരുന്നു. ഇനി എക്സ്ക്യൂസുകളില്ല, ഇനി മടിപിടിച്ചുള്ള ഒത്തുതീർപ്പുകളില്ല. അതുകൊണ്ട് ഐ വിൽ ബി വിത്ത് എവരി വൺ ഹൂ കോൾസ് മീ ആൻഡ് ഹൂ നീഡ്സ് മീ. ഞാൻ എല്ലാവരോടും ഉണ്ടാവും. എന്നെ വിളിക്കുന്നവരും എന്നെ ആവശ്യമുള്ളവരോടും ഒപ്പം ഞാനുണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനെ നമുക്ക് മന്ദത ബാധിച്ച് പോകാനുള്ള ടൈമില്ല. ഒരുപക്ഷെ നമുക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ലോക്ക്ഡൗൺ വന്ന സമയത്ത് 2020 മാർച്ച് മാസം ഇങ്ങനെ സംഭവിച്ചു. 2019 ഡിസംബർ മാസം ആരെങ്കിലുമൊക്കെ വന്ന് പറയുകയാണ്, ലോക്ക്ഡൗണൊക്കെ സംഭവിക്കാൻ പോവാണ്, ഭക്ഷണമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം, കുറച്ച് മാസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയായിരിക്കും? നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു സംഭവമേ നമ്മുടെ ചരിത്രത്തിലില്ല. അത് വന്നു, നമ്മളെല്ലാവരും ചക്കക്കുരു നമ്മൾ ഷേക്ക് ഉണ്ടാക്കി കഴിച്ച് കുടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ദൈവം നമ്മുടെ അടുത്ത് പറയുകയാണ് ഇങ്ങനെ സംഭവിക്കും. സോ എന്തുകൊണ്ടാണ് 2030 അല്ലെങ്കിൽ 2029 അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഈ സന്ദേശം ലഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. അപ്പോൾ 2024 കൊടുത്ത മെസ്സേജിലാണ് പറയണത് 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവണം. അപ്പോൾ 1 വർഷം കടന്നുപോയി. അപ്പോൾ 2029 പ്രിപ്പയർഡ് ആവണം. അപ്പോൾ നമുക്കറിയത്തില്ല 2030 അല്ലെങ്കിൽ 2030 കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്. സ്വർഗത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ആകെ അറിയാവുന്നത് നാളെ എന്ന് പറയുന്ന ഈ പേജ് മാത്രമാണ്. ഈ പേജിന് അവസാനം എന്ത് സംഭവിക്കും ദൈവം തമ്പുരാൻ അറിയുള്ളൂ. അപ്പോൾ ദൈവം പറയാണ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇതിനെ എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പം ഈശോ തന്ന മെസ്സേജാണ്, ഈശോയും സ്വർഗം തന്ന മെസ്സേജാണ്. നമ്മുടെ ചോയ്സാണ് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത്. എന്താണെങ്കിലും നമ്മൾ ഇതിനൊക്കെ വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മുടെ ആത്മാവിനെ നമ്മൾ ഒരുക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും വ്യക്തിപരമായിട്ട് ഈശോ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വരുമ്പോഴും ഞാൻ ഒരുക്കമുള്ളതായിട്ട് കാണപ്പെടും. അപ്പം ഇങ്ങനെയുള്ള മെസ്സേജസ് എന്തിന് സ്വർഗം തരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. വെറുതെ ബുക്കിൽ കുറേ മെസ്സേജസ് പ്രിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിതരണം ചെയ്യാൻ മാത്രമല്ലല്ലോ. ഒരു ലക്ഷ്യമുണ്ട് ദൈവത്തിന്. ആ ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. സോ ദൈവം ഇപ്പം പറഞ്ഞിരിക്കുകയാണ് 2030 2029 എല്ലാം ക്രമീകരിച്ച് വെക്കാൻ, ഭക്ഷണ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ. സോ സംതിങ് ബിഗ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ ആഫ്റ്റർ 2030. നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഞാൻ ബാക്കി ഓരോ വീഡിയോയിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും ബെനഡിക്താത്ത ഇൻ മുളിയരിബൂസ് et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe.